ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന ജഗദീഷ് വനിതകൾക്ക് സ്ഥാനം ലഭിക്കട്ടെ എന്ന് കരുതി പിന്മാറിയിരുന്നു. പക്ഷേ ശ്വേതാ മേനോനൊപ്പം മത്സര രംഗത്ത് ദേവനുണ്ട്. ദേവൻ പിന്മാറിയിട്ടില്ല. ശ്വേതാ മേനോനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത് സിനിമയിലുള്ള സ്ത്രീകൾ തന്നെ ആ കൂട്ടത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നിൽ മറ്റൊരു നടൻ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ശ്വേതാ മേനോൻ പണ്ടെന്നോ അഭിനയിച്ച കുറേ നഗ്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്ലാമറസ് വേഷങ്ങൾ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ കേസുമൊക്കെ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു സിനിമാ നടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷനാണത്. ആ കഥാപാത്രം ആവശ്യപ്പെടുന്നെങ്കിൽ അതിൽ ഗ്ലാമറായി അഭിനയിക്കേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ കേസെടുക്കുക അല്ലെങ്കിൽ അത്തരം ചില നിലപാടുകളിലൂടെ തളർത്താൻ ശ്രമിക്കുന്ന ഈ ഒരു നിലപാടിനെ എങ്ങനെ നോക്കിക്കാണാം? അതായത് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമയിൽ ആ കഥാപാത്രത്തിന് അത് വളരെയധികം പ്രധാനപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകന്റെ സിനിമയിലാണ് അവർ അഭിനയിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്ന് അത്തരം രംഗങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഇപ്പോൾ പ്രസവിക്കുന്നത് ഒരു ഒറിജിനൽ പ്രസവത്തിന്റെ എല്ലാ കാര്യങ്ങളും അവരതിൽ കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഒരു നടനോ നടിയോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല, സംവിധായകന്റെയും ആ കഥയുടെയും ആവശ്യത്തിനനുസരിച്ചാണ് അവർ അഭിനയിക്കുന്നത്. എത്രയോ സിനിമകൾ ഇവിടെ അതിനേക്കാൾ വൾഗറായിട്ടുള്ള സീനുകൾ അഭിനയിക്കുന്ന സീനുകളുണ്ട്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഒരിക്കലും ഈ പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ പാടില്ല. മോഹൻലാൽ തന്മാത്ര എന്ന സിനിമയിൽ അങ്ങനത്തെ സീൻ എത്രയോ അങ്ങനെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബലാത്സംഗ സീനുകളൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ്. ഇനി ദേവനെ എടുക്കുക. ദേവൻ എത്ര ബലാത്സംഗ സീനുകൾ അഭിനയിച്ചിട്ടുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്ന വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള എത്ര സിനിമകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവൻ മത്സരിക്കാനായിട്ട് പാടില്ലല്ലോ. അപ്പൊ ഇവിടെ അതല്ല പ്രശ്നം. ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കട്ടെ എന്ന് കരുതി വളരെ നല്ല ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ജഗദീഷ്. അപ്പൊ ജഗദീഷിനെ ഇവരെല്ലാവരും കൂടി പറഞ്ഞ് പിൻവലിപ്പിച്ചു. അദ്ദേഹം മാന്യനായതുകൊണ്ട് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പിന്മാറുകയും ചെയ്തു. പക്ഷെ അതൊരു വലിയ കളിയായിരുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. ശ്വേതാ മേനോനല്ല വേറൊരു ശ്വേതാ മേനോനും വേറൊരു സ്ത്രീക്കും വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. പക്ഷെ അതൊരു യുനാനിമസ് ആയിട്ട് ശ്വേതാ മേനോനെ സ്ത്രീകൾ മത്സരിക്കട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന് പറയുന്ന AMMയുടെ ഒരു പൊതു ജനറൽ ബോഡിയുടെ വികാരത്തിനെ മാനിച്ചുകൊണ്ട് എല്ലാവരും ആ സ്ത്രീ എന്ന നിലയിലേക്ക് അവരെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതേസമയം അവിടെ വേറൊരു കഥാപാത്രം വരികയാണ്, ദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അങ്ങനെയാണ് ദേവൻ ഈ ശ്വേതാ മേനോനെ കുറിച്ച് ഇവർ പറയുന്ന അതേ അലിഗേഷൻസ് ഈ പറഞ്ഞ ദേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനുമുണ്ട്. അയാൾ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വ്യക്തിപരമായി ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന വില്ലന്മാരെല്ലാവരും ജീവിതത്തിൽ വില്ലന്മാരായിരിക്കണം എന്നില്ല. അവരൊക്കെ വെറും സാധുക്കളായിട്ടുള്ള മനുഷ്യരായിരിക്കും. ഒരു കഥാപാത്രത്തിന് വേണ്ടി ആ സംവിധായകൻ പറയുന്നതനുസരിച്ച് വില്ലത്തരം ചെയ്യുന്നില്ല. ബാലൻ കെ നായരാണല്ലോ ഏറ്റവും കൂടുതൽ റേപ്പ് സീനുകളിൽ ചെയ്ത് ഇത് എന്തൊരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അവരുടെ ജീവിതത്തിൽ. TG രവി അവരൊക്കെ എത്രയോ നല്ല മനുഷ്യരായിരുന്നു. അപ്പൊ അവര് ഒരു കഥാപാത്രത്തിനെ അവര് പെർഫെക്റ്റ് ആയിട്ട് അവർ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ സ്ത്രീകൾ മാത്രം ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപഹസിക്കുന്നതിനോട് യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാം. ഇതൊരു വലിയ കളി തന്നെയാണ്. ഒരിക്കലും ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ട് ഇതിന്റെ പിന്നിൽ വലിയ കളി നടക്കുന്നുണ്ട്. അതിൽ ഈ ജഗദീഷിനെ പിന്മാറ്റാൻ വേണ്ടി നിന്ന ആളുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്വേതാ മേനോനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു വർക്ക് അവർ നടത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ AMM എന്ന് പറയുന്ന സംഘടന പിളർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ദേവൻ എന്ന് പറഞ്ഞ ആൾ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ WCC ഉണ്ടാവുന്നതും AMMൽ തന്നെ ഇത്രയധികം കലാപങ്ങൾ ഉണ്ടാകുന്നതും അതിലെ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ വരുന്നത് ഈ നടി ആക്രമിച്ച കേസിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ്. ഈ AMM എന്ന സംഘടന ഇന്ന് വരെ ആ പെൺകുട്ടിയെ പിന്തുണച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പെൺകുട്ടിയുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് വായോണ്ട് പറയും, അപ്പുറത്ത് ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നടി ആക്രമിച്ച കേസിലെ
ഈ പ്രതി തന്നെ ഇതിനകത്ത് സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളാണ്. ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എല്ലാ കൺട്രോളും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണല്ലോ സിനിമ എങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം, എത്ര നല്ല സംവിധായകരാണെങ്കിലും എത്ര നല്ല സിനിമയാണെങ്കിലും ഈ പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ എടുക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ എല്ലാ മേഖലകളിലും പിടിമുറിക്കുന്ന ആളുകൾ, ഒരു നിലപാടുള്ള ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുമെന്നുള്ള, അത് മാത്രമല്ല അങ്ങേറ്റത്തെ പുരുഷാധിപത്യ ബോധ്യത്തിൽ നിന്ന് കൂടിയാണ് ഇതൊക്കെ. ഇദ്ദേഹം ഈ ദേവൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു സംഘടനയൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. എത്ര സംഘടന, ആൾ BJP-യിൽ പോയി, പിന്നെ ആൾ സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടാക്കി, ഇപ്പോഴും BJP-യുടെ ഒരു നിലയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പൊതുവെ ഇപ്പൊ BJP-യിൽ എന്തോരം നല്ല നല്ല സ്ത്രീകൾ ഡെവലപ്പ് ചെയ്ത് വന്നു. ഇപ്പൊ നമ്മുടെ ഈ BJP-യുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി തന്നെ വനിതയാണ്. അവര് ആഭ്യന്തരമല്ല വിദേശകാര്യമന്ത്രിയായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയായിട്ട് ഇവര് വളരെ കാലം രാഷ്ട്രപതി സ്ത്രീയായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അതൊരു സ്ത്രീകളെ അവർ അംഗീകരിക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ അവരും ഒരു പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു സ്ത്രീ അങ്ങനെ വന്നു. ജഗദീഷ് മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീയെ മത്സരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജഗദീഷിനെ കൊണ്ട് നിർബന്ധപൂർവം ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചത്? എന്തുകൊണ്ട് ഈ ആളുകൾ ആരും തന്നെ ദേവനെ പിൻവലിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല? ദേവന്റെ അടുത്ത് ഇത് പിന്മാറണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കാൻ ഇവർ എന്തുകൊണ്ടാണ് തയ്യാറാവുന്നത്? പക്ഷെ യുനാനിമസ് ആയിട്ട് ആ സ്ത്രീനെ തെരഞ്ഞെടുക്കാമായിരുന്നു അവർക്ക്. ജഗദീഷ് മത്സരിച്ചാലും ചിലപ്പോൾ ശ്വേതാമേനോൻ ജയിച്ചേക്കാം. പക്ഷെ ജഗദീഷ് ജയിച്ചാലും നമ്മളെ സംബന്ധിച്ച് സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിലപാടുള്ള വ്യക്തിയാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ക്ലീൻ ഇമേജ് ആണ്. അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള നിലപാട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വിധേയമാകുന്ന ആളല്ല. സ്ത്രീകളുടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഈ സെക്ഷൽ ആരോപണത്തിന്റെ കാര്യത്തിലൊക്കെ ജഗദീഷിനേതായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ AMMനെ നന്നായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ജഗദീഷ് തന്നെയായിരുന്നു. അപ്പൊ ഒരു വനിത വരട്ടെ എന്നുള്ള അതിന് പിന്മാറാൻ കാണിച്ച മനസ്സാണ് ജഗദീഷിന്റെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനസ്സെന്ന് പറയുന്നത്. ഒരു വനിത വരട്ടെ എന്ന് പറഞ്ഞ് മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്തുകൊണ്ട് ഈ മമ്മൂട്ടി മോഹൻലാലും ഈ ദേവന്റെ അടുത്ത് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടില്ല? അപ്പൊ ഇതിന്റെ പിറകിൽ വേറെ കളി ഉണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തോന്നും. കളി തന്നെയാണ്. ശ്വേതാമേനോൻ യാതൊരു തെറ്റും ഇതിൽ ചെയ്തിട്ടില്ല. സംവിധായകന്റെ ആവശ്യപ്രകാരം അവർ അഭിനയിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പോ ഈ കൃഷ്ണകുമാറിന്റെ മകൾ പ്രസവിച്ചിട്ട് ഫുൾ വീഡിയോ ലോകം മുഴുവൻ കണ്ടില്ലേ? അത് ആളുകൾ ഈ കാലഘട്ടം അതാണ് ഈ പരാതി കൊടുത്ത ആളുകളുടെ കണ്ണിന്റെ കുഴപ്പമാണ് ഇതിന്റെ പ്രശ്നം. കോടതി പറഞ്ഞ പോലെ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് ഇതിനെയൊക്കെ തെറ്റായിട്ട് കാണുന്നത്. അല്ലാതെ ലോകത്തിന്റെ കുഴപ്പമോ സംവിധായകത്തിന്റെ കുഴപ്പമോ സിനിമയുടെ കുഴപ്പമല്ല. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ടത്. ഈ കണ്ണിന്റെ കുഴപ്പമായി മാറുക എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ആവശ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.